ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വഴുതനങ്ങയ്ക്കുള്ളിൽ ഒരു പ്രത്യേകതരം മസാല നിറച്ച് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ വഴുതനങ്ങയ്ക്കുള്ളിലായിട്ട് നിറയ്ക്കാനായിട്ട് ഒരു മസാല തയ്യാറാക്കണം. ആ മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. മസാലയ്ക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ആംചൂർ പൗഡർ. ഇതില്ലാത്തവർ നാരങ്ങാനീര് ചേർത്താൽ മതി. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാപ്പൊടി, കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മതിയാവും. 1/4 ടീസ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്ത ജീരകപ്പൊടി. പിന്നീട് വേണ്ടിയത് ഒരല്പം ഗരം മസാല, അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഓയിൽ നമുക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടി ചേർക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചേർക്കണം, ഇത് വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഞ്ചി പേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം നല്ലതായിട്ട്. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെയുള്ള വഴുതനങ്ങ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇതൊക്കെ അങ്ങ് മാറ്റിക്കളയുക. അങ്ങനെ ഈ വഴുതനങ്ങയുടെ ഈ സൈഡിലുള്ള ഈ എടുപ്പിൻ്റെ ഭാഗമെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മുറിക്കാം. മുറിച്ചങ്ങ് മാറ്റരുത്. ഇങ്ങനെ 4ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിക്കുക. ഇങ്ങനെ അടത്തി എടുക്കരുത്, ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല നിറയ്ക്കണം. ഓരോന്നിൻ്റെ ഇതുപോലെ എടുത്തിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മസാല നിറയ്ക്കണം. ഇതുപോലെ. അങ്ങനെ നമ്മൾ എല്ലാ വഴുതനങ്ങയും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വഴുതനങ്ങയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ മതി, ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വഴുതനങ്ങ ഇതിലേക്ക് ഇടാം. ഒരു മീഡിയം തീയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തങ്ങ് പോകണ്ട. കളറങ്ങ് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 1.5 സവാളയുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടിത് വഴണ്ട് കിട്ടണം. ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒരുമാതിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ അരച്ച് വെച്ചതാണ്, അതും ഇതിലേക്ക് ചേർക്കുക. 2 ചെറിയ ടൊമാറ്റോ ആണിത്, അത് ഇതിലേക്ക് ചേർക്കുക. ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കുക. തീ ഒരു മീഡിയം തീ കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ. നമ്മൾ ആ നേരത്തെ മസാല നിറച്ചതിൻ്റെ ബാക്കിയായിട്ടൊരു ശകല മസാല ഇതിലുണ്ടായിരുന്നു. അതിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ താഴെ മതി. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പാൻ നമുക്കിതിൽ ഒന്ന് മാറ്റി വയ്ക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഈ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലേക്കങ്ങ് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ചെറിയ തീയിലൊരു 4-5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ആവശ്യത്തിന് നോക്കണം. ഒരു പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിരുന്നാൽ മതി. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീ മതി, തീ കൂട്ടി വെക്കണ്ട. ഇപ്പോൾ ഈ മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരല്പം മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ, ഈ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഒരിക്കലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എനിക്കത് നല്ല ഉറപ്പുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.